ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോടൊപ്പം പുതിയ സൈനിധ്യൻ. ഇത് ഷെയർ മാർക്കറ്റ് റിവ്യൂ നമ്മൾ പുതിയ കുറച്ച് കമ്പനികളെ, പുതിയതല്ല നേരത്തെയുള്ള നല്ല ലാർജ് ക്യാപ്പ് കമ്പനികളാണ്. ലാർജ് ക്യാപ്പ് കമ്പനികളാണ് നമ്മൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് 3 വർഷത്തെ CAGR, അതിൻ്റെ അതുപോലെ ഫണ്ടമെൻ്റലി അതിൻ്റെ കമ്പനിയുടെ സ്ട്രെങ്ത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതിൻ്റെ ഗ്രോത്ത്, ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള, അത് അനലൈസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ലാർജ് ക്യാപ്പ്, ഇപ്പം മിഡ് ക്യാപ്പ് കമ്പനികൾ, അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പ് കമ്പനികളൊക്കെ ഓൾറെഡി അതിൻ്റെ ലാഭം കൊടുത്തു. ഇനി കാര്യമായിട്ട് അതിൽ വളർച്ച ഉണ്ടാവില്ല എന്നാണ് വിദഗ്ധന്മാർ പറഞ്ഞത്. അപ്പോൾ 2004 നമുക്ക് സുസ്ഥിരമായ ഒരു നേട്ടം, ഒരു വരുമാനം ഉണ്ടാക്കാവുന്ന, ഇൻവെസ്റ്റ് ചെയ്യാവുന്ന നല്ല കമ്പനികളെ കുറിച്ചാണ് പറയുന്നത്. ലാർജ് ക്യാപ്പ് കമ്പനി ആകുമ്പോൾ ഈ വൊളാറ്റിലിറ്റി വല്ലാതെ ബാധിക്കില്ല, അത് പിടിച്ചു നിൽക്കാൻ ശേഷിയുള്ള കമ്പനികളാണ്. അപ്പോൾ അത്തരം കമ്പനികളെ കുറിച്ച് നമുക്ക് ഏതാനും കമ്പനികളെ നമുക്ക് പരിചയപ്പെടാം. നന്നായിട്ട് നിക്ഷേപിക്കാവുന്ന കമ്പനികളെ കുറിച്ച് പറയാം. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യമേ പറയട്ടെ, ഇത് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. നമ്മൾ ഇത് കുറേ കാലത്തെ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട്, പരീക്ഷണങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ റിസർച്ച് കൊണ്ടൊക്കെ ഉള്ള അനുഭവം വെച്ചിട്ട് പറയുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് NSE-യുടെ സർട്ടിഫിക്കറ്റുകൾ കിട്ടി, 4-5 സർട്ടിഫിക്കറ്റുകളുണ്ട്. ഇത്തരം കാര്യങ്ങളുണ്ട്. എങ്കിലും നിങ്ങളുടെ ബ്രോക്കേഴ്സും അല്ലെങ്കിൽ അനാലിസ്റ്റുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വാങ്ങിക്കുക, സ്വന്തമായിട്ട് പഠിച്ചിട്ട് വാങ്ങിക്കുക. പക്ഷേ നിങ്ങൾക്കിത് നല്ല റിസൾട്ട് തരാവുന്ന കമ്പനികളാണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും അതിനെ പറ്റി. അപ്പം നമ്മൾ ആദ്യം ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഡിഫറെൻ്റ് സെക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഡിഫറെൻ്റ് സെക്ടേഴ്സ്, നമ്മളെപ്പോഴും പറയാറുള്ള പോലെ തന്നെ മൾട്ടി ബാസ്ക്കറ്റ് ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു സെക്ടറിൽ ചെയ്യാതെ പല സെക്ടറിലായിട്ടുള്ള. അപ്പോൾ ആദ്യം നമുക്ക് ബാങ്കിങ് സെക്ടറിലേക്ക് പോകാം. ബാങ്കിങ് സെക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് തന്നെ സ്ഥാപനമായിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നമുക്ക് വാങ്ങിക്കാവുന്ന ഒരു നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിൽ ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ വേണമെങ്കിൽ നമുക്ക് SIP ലെവലിൽ കുറേശ്ശെ ഡെപ്പോസിറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ കുറഞ്ഞ് വരുമ്പോൾ കൂടുതൽ ഷെയറുകൾ വാങ്ങിക്കാം. അങ്ങനെയുള്ള മെത്തേഡിലൂടെയും നമുക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഒരു CAGR നോക്കണമെങ്കിൽ, 3 വർഷത്തെ CAGR നോക്കുകയാണെന്നുണ്ടെന്ന് വെച്ചാൽ 13% അതിൻ്റെ വളർച്ച ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തുടർന്ന് കമ്പനിക്ക് വളർച്ച സാധ്യത ഉണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റ് സെക്ടറുകൾ, മറ്റ് സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പൊക്കെ താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. ഇതിന് ഒരു സസ്റ്റൈനബിലിറ്റി ഉണ്ടാവും, വളർച്ച ഉണ്ടാവും. ഇവർ മറ്റ് സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഒക്കെ പോലെയുള്ള കമ്പനികൾ, ആ ഒരു വിഭാഗത്തിലുള്ള കമ്പനികൾ ഓൾറെഡി വലിയ ലാഭം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി ഇവർക്കാണ്, ഈ ലാർജ് ക്യാപ്പ് കമ്പനിയാണ് ഇനി കൂടുതൽ പെർഫോം ചെയ്യുന്നതാണ് വിദഗ്ധന്മാർ പറയുന്നത്. അപ്പോൾ മറ്റൊരു കമ്പനി എന്ന് പറഞ്ഞാൽ ഗോൾഡാണ്. ഗോൾഡിൽ നിക്ഷേപിക്കുന്നതിന് പകരം തന്നെ ഗോൾഡിൽ നമുക്ക് ജ്വല്ലറിയുടെ ഷെയറുകൾ വാങ്ങിക്കാം. അങ്ങനെ ജ്വല്ലറിയുടെ ഷെയറുകൾ വാങ്ങിച്ചാലും അത് നല്ല സുസ്ഥിരതയുള്ളതാണ്, വളർച്ച ഉണ്ടാകും. ഈ കമ്പനിയാണെങ്കിൽ നല്ല വളർച്ച കൊടുത്തിട്ടുള്ളൊരു കമ്പനിയാണ്. അത് 49% കഴിഞ്ഞ ഒരു 3 വർഷത്തെ CAGR കാണിക്കുന്നത്. അപ്പോൾ അത്രയും വളർച്ചയുള്ള ഒരു കമ്പനിയാണ്, നന്നായിട്ട് പെർഫോം ചെയ്യുന്ന, നല്ല മാനേജ്മെൻ്റ് ഉള്ള ഒരു കമ്പനിയാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. തങ്കമയിൽ ജ്വല്ലറി എന്നാണ് അതിൻ്റെ പേര്, തങ്കമയിൽ ജ്വല്ലറി. അപ്പോൾ ഗോൾഡിലുള്ള നമ്മൾ പറഞ്ഞു. പിന്നെ ഈ ഓർഗാനിക്സ് ആണ്. ഓർഗാനിക്സ് കമ്പനി എന്ന് പറഞ്ഞാൽ AMI ഓർഗാനിക്സ്. ഈ ഓർഗാനിക്സ് കമ്പനി ആകട്ടെ, ഇത് എൻ്റെ 3 വർഷത്തെ CAGR എന്ന് പറയുമ്പോൾ 20%. അത് നല്ല റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അത് സാധ്യതയുള്ള കമ്പനിയാണ്, സസ്റ്റൈനബിലിറ്റി ഉള്ള കമ്പനിയാണ്, മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ ശേഷിയുള്ള കമ്പനിയാണ്. മറ്റുള്ളതൊക്കെ വൊളാറ്റിലിറ്റിയിലൂടെ വല്ലാതെ താഴോട്ട് വരുമ്പോൾ ഇത് അങ്ങനെ അധികം താഴോട്ട് പോകാതെ പിടിച്ചു നിൽക്കാനും, പിന്നെ വളർച്ച ഉണ്ടാകുമ്പോൾ മാർക്കറ്റ് തിരിച്ചു വരുമ്പോൾ തിരിച്ചു കയറാനും ശക്തിയുള്ള കമ്പനികളാണ്. അപ്പോൾ അതിൻ്റേതായ അപ്രിസിയേഷൻ ഉണ്ടാവും, ഗ്രോത്ത് ഉണ്ടാവും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വേറെ ഒരു സെക്ടർ എന്ന് പറഞ്ഞാൽ ഈ സാനിറ്ററി ടൈൽസ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇതൊക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് സിറ സാനിറ്ററി വെയർ ആണ്. സിറ നിങ്ങൾക്കൊക്കെ അറിയാം, സിറ സാനിറ്ററി വെയർ പലരും ഇത് ഉപയോഗിക്കുന്നുണ്ട് വീടുകളിലൊക്കെ. ഈ കജാരിയൊക്കെ കഴിഞ്ഞാൽ സിറയ്ക്ക് നല്ല നല്ല ടൈൽസും അതൊക്കെയാണ് അവർ നിർമ്മിക്കുന്നത്. പിന്നെ ബാത്റൂം വെയർസ്, അതൊക്കെ. അതിൻ്റെ CAGR 20%, നല്ല റിട്ടേൺ ആണ്. പിന്നെ നമുക്ക് അടുത്ത് പരിചയപ്പെടാനുള്ളതെന്ന് പറഞ്ഞാൽ മോട്ടോർ സൈക്കിൾ ഭീമന്മാരിൽ ആരാണ്? മോട്ടോർ സൈക്കിൾ ഭീമന്മാരെന്ന് പറഞ്ഞാൽ ഏഷ്യർ മോട്ടോഴ്സ്. നമുക്കറിയാം, ബുള്ളറ്റ്, അതായത് റോയൽ എൻഫീൽഡ് ആണ് ഇതിൻ്റെ കമ്പനി. റോയൽ എൻഫീൽഡ് ആണ് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദേശങ്ങളിലേക്ക് മോട്ടോർ സൈക്കിളുകളൊക്കെ
കയറ്റി അയക്കുന്നുണ്ട്. ഇപ്പോൾ UAE മാർക്കറ്റിലേക്ക് മോട്ടോർ സൈക്കിൾ ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഹാർലി ഡേവിഡ്സണൊക്കെ നന്നായിട്ട് മാർക്കറ്റ് പിടിച്ചു നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ബൈക്കുകളും നന്നായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻസാണ് അത് ഉപയോഗിക്കുന്നത് എങ്കിലും നന്നായിട്ട് വിദേശങ്ങളിലൊക്കെ ഇപ്പോൾ വിറ്റ് പോകുന്നുണ്ട് ഈ കമ്പനി. നല്ല ഏഷ്യർ മോട്ടോഴ്സ്, അത് ബുള്ളറ്റ് എന്ന് പറഞ്ഞ ആളുകൾക്ക് അതൊരു സെൻറ്റിമെൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കമ്പനിക്ക് ഇതിൽ നിക്ഷേപിക്കാവുന്നതാണ്. സിസ്റ്റമാറ്റിക്കായിട്ട് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ മാർക്കറ്റിൽ കുറയുമ്പോൾ കൂടുതൽ വാങ്ങിക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ ഒരു അപ്രീസിയേഷൻ ഉണ്ടാവും. അപ്പോൾ ഏഷ്യർ മോട്ടോഴ്സിൻ്റെ ഒരു CAGR എന്ന് പറഞ്ഞാൽ 26%. 3 വർഷത്തെ CAGR 26% അവരുടെ റിട്ടേൺ നൽകിയിട്ടുള്ളത്, CAGR ഉള്ളത്. ഇപ്പോൾ ഈ കമ്പനി നല്ലൊരു കമ്പനിയാണ്. അതുപോലെ തന്നെ ഏഷ്യർ എന്ന് പറഞ്ഞിട്ട് മറ്റേ വെഹിക്കിൾസ്, കമേഴ്ഷ്യൽ വെഹിക്കിൾസൊക്കെ അവർ നിർമ്മിക്കുന്നുണ്ട്. കൂടാതെ നമുക്ക് പറയാനുള്ള മറ്റ് 1-2 കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VIP ഇൻഡസ്ട്രീസ് ആണ്. VIP ഇൻഡസ്ട്രീസ് അത് ലഗേജൊക്കെ ഇന്ത്യയിൽ തന്നെ ലാർജസ്റ്റ് ലഗേജ് നിർമ്മാണ കമ്പനിയാണത്. വലിയ തോതിൽ ലഗേജ് നിർമ്മിക്കുന്ന ലഗേജ്, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ആക്സസറീസ് ഇതൊക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് VIP ഇൻഡസ്ട്രീസ്. VIP ഇൻഡസ്ട്രീസ് ഒരു 25% CAGR ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കമ്പനി എന്ന് പറഞ്ഞാൽ ഗെയിലാണ്. ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ്. ഇത് നാച്ചുറൽ കമ്പനി, ഇന്ത്യയിലെ ഏറ്റവും വലിയ നാച്ചുറൽ ഗ്യാസ് നിർമ്മാണ കമ്പനിയാണത്. ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് ആണ്. മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ ഓണർഷിപ്പിലുള്ള കമ്പനിയാണിത്. അതും നല്ല ഒരു പുരോഗതി ഉണ്ടാവും. ഇനി ആളുകളൊക്കെ കുറേ നാച്ചുറൽ ഗ്യാസിലേക്ക് മാറാനുള്ള കുറേ പ്രവർത്തനങ്ങളും ഗെയിലിൻ്റെ കുറേ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതായിട്ട് നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വീണ്ടും നമുക്ക് ചാർട്ട് പരിശോധിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് വാച്ച് ചെയ്തിട്ട് പോയാൽ പോരാ. നിങ്ങളെല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് സാമ്പത്തിക സാക്ഷരത കൊണ്ടുവരണം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നമ്മുടെ പുതിയ ബുക്കുണ്ട്. നേരത്തെ ഇറങ്ങിയിട്ടുള്ള ബുക്കാണ്. അതിപ്പോൾ 2ാമത്തെ എഡീഷനായിട്ട് ദി ഷെയർ മാർക്കറ്റ്, അതായത് ഷെയർ മാർക്കറ്റിലൂടെ നേട്ടമുണ്ടാക്കാം എന്നുള്ള ബുക്കാണ്. അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. വലിയമാണ് പബ്ലിഷേഴ്സ്, ഓൺലൈനിലും കിട്ടും, അല്ലാതെ ഷോപ്പുകളിലും കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോവാം. അത് നമുക്ക് ഇതിൻ്റെ ചാർട്ട് പരിശോധിക്കാം. നമുക്ക് ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ടുണ്ട്, അതിൽ പരിശോധിക്കാം എങ്ങനെയാണ് 5 വർഷത്തെ ഇതിൻ്റെ കമ്പനിയുടെ ഒക്കെ SIPയിലുണ്ടായിട്ടുള്ള വളർച്ച എങ്ങനെയാണെങ്കിൽ, അതല്ലെങ്കിൽ അതിൻ്റെ CAGR എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം. ചാർട്ടുകൾ പരിശോധിക്കാം. നമുക്ക് 7 സ്റ്റോക്ക്, 5 നമ്മൾ ഉദ്ദേശിച്ചത് 7 ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നത്. അത് പ്രമുഖ കമ്പനികളാണ്. 2024 ഇൻവെസ്റ്റ് ചെയ്യാവുന്ന നല്ല കമ്പനികളാണ്. ഇപ്പോൾ വിദേശ ഫണ്ടുകളൊക്കെ ക്യാഷ് നിക്ഷേപിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ള സാഹചര്യമാണ്. ഇപ്പോൾ നല്ല സ്റ്റോക്കുകൾ നോക്കിയിട്ട് വാങ്ങിക്കാം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മികച്ച ലാർജ് ക്യാപ്പ് ഫണ്ടുകളിലേക്കാണ് ഇപ്പോൾ ആളുകൾ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് രാജ്യ ക്യാപ്പ് കമ്പനികളിലേക്കാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫണ്ടുകളിലേക്കും. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ചാർട്ടാണ് കാണിക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നല്ല പെർഫോമൻസാണ് കാണിക്കുന്നത്. ഇപ്പോൾ അത് ഡേ ക്യാൻഡിലാണ്. ഡേ ക്യാൻഡിൽ നല്ല പെർഫോമൻസാണ്. ഇപ്പോൾ നന്നായിട്ടൊന്ന് കയറി, 2000 നവംബറിൽ കുറച്ച് കയറി, പിന്നെ ഒരല്പം കൂടി ഇറങ്ങി. ഇനിയിപ്പോൾ അതൊരു വീണ്ടും, കാരണം ഈ ഇയർ എൻഡ് ആയതുകൊണ്ട് ഇനി വലിയ താഴ്ച ഉണ്ടാവാൻ സാധ്യത കുറവാണെന്നാണ് മനസ്സിലാക്കുന്നത്. തന്നെയല്ല, മറ്റ് വിദേശ ഫണ്ടുകളൊക്കെ, പോർട്ട്ഫോളിയോ നിക്ഷേപകരൊക്കെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വീണ്ടും പുതിയ വർഷത്തിലേക്ക് പുതിയ ഷെയറുകൾ സ്റ്റോക്കുകൾ വാങ്ങിക്കുന്നതാണ് കേൾക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കമ്പനിക്ക് വളർച്ച ഉണ്ടാവും. ഇത് വളർച്ച സാധ്യത ഉള്ള കമ്പനിയാണ്. ഇതിൽ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഒരു വളർച്ച നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതൊരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിൻ്റെ 3 വർഷത്തെ CAGR എന്ന് പറയുമ്പോൾ 13% നല്ല ഒരു റിട്ടേൺ ആണ്. ഇനി അടുത്ത് നമുക്ക് വേറെ ചില കമ്പനികൾ കൂടി പരിശോധിക്കാം. AMI ഓർഗാനിക്സിലേക്ക് പോവാം. AMI ഓർഗാനിക്സ് എന്ന് പറയുമ്പോൾ അമി ഓർഗാനിക്സ്, അത് ഓർഗാനിക് കമ്പനി. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഡിഫറൻറ്റ് സെക്ടറുകളാണ് നമുക്ക് ചെയ്യാൻ നല്ലത്. ഇപ്പോൾ ബാങ്കിങ് സെക്ടറാണ് നമ്മൾ ചെയ്തത്. ഇനിയിപ്പോൾ ഓർഗാനിക്സ് ആണ്. അമി ഓർഗാനിക്സ് എന്ന് പറയുമ്പോൾ അപ്പോൾ അതിൻ്റെ ഫെയർ വാല്യൂവിലാണ് ഇപ്പോൾ കിടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ
സെപ്റ്റംബർ 23 ഓഗസ്റ്റിലൊക്കെ അത് നല്ല ടോപ്പിൽ പോയിട്ടുണ്ട്. ഓഗസ്റ്റിൽ ടോപ്പിൽ പോയി. പിന്നെ അവിടുന്ന് കുറഞ്ഞു 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 വന്നിട്ട് നവംബർ 17 ആകുമ്പോൾ നല്ല താഴോട്ട് വന്നു. വീണ്ടും കുറച്ച് കയറിയെങ്കിലും വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഡിസംബർ 22 നിങ്ങൾക്കത് കാണാൻ പറ്റും. ഇത് ഡേ ക്യാൻഡിലാണ്, കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കൂടി വരികയാണ് കാണുന്നത്. അതിനൊരു വാങ്ങൽ താല്പര്യം ആളുകളിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഈ ക്യാൻഡിൽ, ഈ വലിയ ക്യാൻഡിൽ ഉണ്ടാക്കി ആ വലിയ ക്യാൻഡിലിൻ്റെ ക്ലോസിങ്ങിൻ്റെ മുകളിലായിട്ട് ഓപ്പണിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 22-നാണ് അത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇനി കൂടാനുള്ളൊരു സാധ്യത കാണുന്നത്. അപ്പോൾ ഇതിൽ കുറേശ്ശെ നമുക്ക് നിക്ഷേപിക്കാം. ഇതിൻ്റെ 20%മാണ് 3 വർഷത്തെ CAGR. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റൊരു ഫണ്ടിലേക്ക് നമുക്ക് പോകാവുന്നതെന്ന് പറഞ്ഞാൽ സിറ സിറ സാനിറ്ററി ആണ്. സിറ സാനിറ്ററി നമുക്ക് ഇന്ത്യയിലെ തന്നെ സാനിറ്ററി രംഗത്തെ ഒരു പ്രമുഖരാണ് അവർ. കജാരിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് പ്രമുഖരാണ്. ഇപ്പോൾ അത് നല്ല ലാർജ് ക്യാപ്പ് കമ്പനിയാണ്. അത് വേറൊരു സെക്ടറാണ്. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് സെക്ടറുകളിലായിട്ടാണ് പോകുന്നത്. അതാണ് കൂടുതലും നല്ലത്. അപ്പോൾ ഇത് വീണ്ടും കുറേ കൂടി കിടന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഓഗസ്റ്റ് 30 ആകുമ്പോൾ കൂടി കിടന്നത് അത് താഴോട്ട് വന്ന് ആഗസ്റ്റിൽ എത്ര പോയിട്ടുണ്ട്? ആഗസ്റ്റിലൊരു ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇത്തിരി കൂടിയ റേഞ്ചിലുള്ളൊരു സാധനമാണ്. 9734 അതിൻ്റെ സ്റ്റോക്കിൻ്റെ പ്രൈസ്. അതിപ്പോൾ വന്നിട്ട് താഴോട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു ഏകദേശം ഒരു 8100 എത്തിയിട്ടുണ്ട്. 8100 ലാസ്റ്റ് ക്ലോസ് ചെയ്ത പ്രൈസ്. 8106. അപ്പോൾ ഇതിൽ നിന്ന് ഇനിയിപ്പോൾ കൂടുതൽ ഉണ്ടാവാൻ തന്നെയാണ് അതിൻ്റെ സാധ്യത. ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നു തുടങ്ങുമ്പോൾ. ഡെയിലി ക്യാൻഡിലാണ്. നമുക്ക് അടുത്തതായിട്ട് അതിൻ്റെ CAGR ഒരു 20%മാണ് 3 വർഷത്തെ CAGR. അടുത്തതായിട്ട് നമുക്ക് സിറ കഴിഞ്ഞ് ഏഷ്യർ മോട്ടോഴ്സ്, നമ്മൾ പറഞ്ഞല്ലോ ബുള്ളറ്റ് നിർമ്മാതാക്കൾ, അവരുടെ അത് ഒരു നമ്മളുടെ ആളുകൾക്കൊരു വളരെ താല്പര്യമുള്ളൊരു കമ്പനിയാണ് ഏഷ്യർ. അത് സുസ്ഥിര വളർച്ചയുള്ള കമ്പനിയാണ്. അപ്പോൾ ഏഷ്യറിൻ്റെ ഇതിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഏഷ്യർ ഇത്തിരി കൂടിയിട്ടാണ് കിടക്കുക. ഒന്ന് കൂടി, പക്ഷേ ഒരല്പം കൂടി കുറഞ്ഞു. ഒരു ഡിസംബർ 4-നൊക്കെ 4800 4188 പോയി. പിന്നെ അത് കുറഞ്ഞ് 3844 വന്നു. ഇപ്പം ഇങ്ങനെ വീണ്ടും ഒരു വളർച്ചാ സാധ്യത കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ക്യാൻഡിലിൻ്റെ 21-ൻ്റെ ക്യാൻഡിലിൻ്റെ ക്ലോസിങ്ങിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് 22-ന്. അത് വീണ്ടും തുടരുന്ന നമുക്ക് വിചാരിക്കാം. അപ്പോൾ എന്തായാലും അതിൽ ഇനി പിന്നെ കുറയുകയാണെങ്കിൽ നമ്മൾ കുറയുമ്പോൾ വീണ്ടും കുറച്ച് SIP മോഡലിൽ അതല്ലെങ്കിൽ ബൈ ഓൺ ഡിപ്സ് നമുക്ക് വാങ്ങിച്ചാൽ മതിയാവും. അപ്പോൾ ഇതിലും നിക്ഷേപിക്കാവുന്ന കമ്പനിയാണ്. അടുത്തായിട്ട് അതിൻ്റെ CAGR 26%. അടുത്തായിട്ട് നമുക്ക് നോക്കാവുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ VIP ഇൻഡസ്ട്രീസ് ആണ്. VIP ഇൻഡസ്ട്രീസ് ഈ ലഗേജൊക്കെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള കമ്പനിയാണ്. അത് പുറത്ത് രാജ്യങ്ങളിലൊക്കെ ഇവർക്ക് കച്ചവടമുണ്ട്, ബിസിനസ്സുണ്ട്, എക്സ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. VIP ഇൻഡസ്ട്രീസ് നല്ല ഒരു ലെവലിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഒരു ഏറെക്കുറെ ഫെയർ വാല്യൂലാണ്. ഇപ്പോൾ 2022-ലൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് വളരെ താഴോട്ട് പോയിട്ടുണ്ട്. 2022-ലൊക്കെ നല്ല മുകളിലേക്ക് പോയി 757 ആയിട്ടുണ്ട്. 2022 ഡിസംബർ 757. ഇപ്പോൾ അത് വീണ്ടും പിന്നെ താഴോട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു ഏകദേശം 607 ഇപ്പോൾ ലാസ്റ്റ് ഡേയിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. 607. അപ്പോൾ അത് വളർച്ചയുടെ ഒരു സാധ്യതയാണ്. ഒരു W ഫോം ചെയ്തിട്ടുണ്ട്. ആ W ലെവൽ ഫോം ചെയ്തെങ്കിലും പക്ഷേ ഇറങ്ങി. പക്ഷേ ഇനി ഇങ്ങനെ കയറാനുള്ള സാധ്യത ഏറെക്കുറെ കൺസോളിഡേഷൻ മോഡിൽ എന്ന് പറയാൻ വേണമെങ്കിൽ. അതിൽ നിന്ന് പിന്നെ ഇത്തിരി കൂടി കയറി ഒരു ഡോജി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡോജി വന്നു കഴിയുമ്പോൾ ഇനി അടുത്തൊരു പോസിറ്റീവ് ലെവലിലേക്ക് പോകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. VIP ഇൻഡസ്ട്രീസിൻ്റെ ഗ്രോത്ത് 25%മാണ് CAGR. അത് നല്ല ഒരു കമ്പനിയാണ്. അടുത്തത് നമുക്ക് പരിശോധിക്കാവുന്നതെന്ന് പറഞ്ഞാൽ ഗെയിലാണ്. ഗെയിൽ നമുക്കൊക്കെ അറിയാം, നാച്ചുറൽ ഗ്യാസിൻ്റെ ഗവൺമെൻറ് ഓണർഷിപ്പിലുള്ള കമ്പനി ആയതുകൊണ്ട് അതിനെ വളർച്ച, അത് സസ്റ്റൈനബിലിറ്റി ഉള്ള കമ്പനിയാണ്. അതിങ്ങനെ വളർച്ചയാണ് കാണിക്കുന്നത്. അപ്പോൾ 2022 സെപ്റ്റംബറിൽ വന്നിട്ട് ഇങ്ങനെ ഒരു 83-ൽ കിടന്ന് ഇങ്ങനെ കയറിയിട്ട് 83-ലേക്ക് അത് കയറിയപ്പോൾ 151 വരെ കയറിയിട്ടുണ്ട്. പക്ഷെ ഇനിയും കയറുമെന്ന് വെച്ചാൽ ഇനിയും കയറാൻ തന്നെയാണ് സാധ്യത. കാരണം പുതിയ ഈ നാച്ചുറൽ ഗ്യാസുകളിലേക്കൊക്കെ ആളുകൾ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് സെക്ടർ ആയതുകൊണ്ട് നിർബന്ധമായിട്ടും അത്ര ഇതിലേക്കൊക്കെ ആളുകൾക്ക് വരേണ്ടതായിട്ട് വരും. പിന്നെ ആളുകൾക്ക് താല്പര്യമുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ അത് വളർച്ച സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പോൾ അതിലും കുറേശ്ശെ ഡിപ്പ് ഓൺ ബൈ അങ്ങനെയൊക്കെ നമുക്ക് വാങ്ങിക്കാവുന്നതാണ്, അതിൽ നിക്ഷേപിക്കാവുന്നതാണ്.
അതിൻ്റെ CAGR 35% ഇപ്പോൾ ഗ്രോത്ത് ഉള്ളത്. അതേ ഗ്രോത്ത് കണ്ടിന്യൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഗ്രോത്ത് ഉണ്ടാവും. നല്ല ഒരു കമ്പനിയാണ്, ആളുകൾക്ക് താല്പര്യമുള്ള ഒരു കമ്പനിയാണ്. പിന്നെ നമുക്കിതിൽ കൂടുതലായിട്ട് ഇനി കമ്പനികളെ കുറിച്ചൊന്നും പറയാനില്ല. അപ്പോൾ നമ്മൾ ഒരുവിധം കമ്പനികളെല്ലാം പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് നമ്മുടെ ഈ സാമ്പത്തിക സാക്ഷരതാ യജ്ഞം എത്തിക്കുക. ഇതൊക്കെയാണ് പറയാനുള്ളത്. സൈനിങ് ഓഫ്. നന്ദി, നമസ്കാരം.